കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്നത് ഒരു പവർ ഗ്രൂപ്പാണ്. ആ പവർ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത് കെ.സി. വേണുഗോപാലാണ്. കെ.സി. വേണുഗോപാലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങിയ പവർ ഗ്രൂപ്പിനെതിരെ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അധികാരം പിടിച്ചെടുക്കാം എന്നുള്ളതല്ല ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ പ്രധാന വിഷയം. തമ്മിൽ തല്ലുകയാണ്. ഈ പവർ ഗ്രൂപ്പിനെ ഒതുക്കാൻ സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും കഴിയുന്നില്ല എന്നതും ശ്രദ്ധേയം. ഈ പവർ ഗ്രൂപ്പിൻ്റെ കളികളാണ് നടക്കുന്നത്. അബിൻ വർക്കിയെ വെട്ടി ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയത് ഈ പവർ ഗ്രൂപ്പിൻ്റെ കളിയാണ്. ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ജനീഷിന് നേരെ അഴിമതി കേസുണ്ട്. അങ്ങനെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം അതിജീവിച്ച് കെ.സി. വേണുഗോപാലിൻ്റെ സഹായത്തോടു കൂടി ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി മാറി. എ ഗ്രൂപ്പിനെയും ഐ ഗ്രൂപ്പിനെയും തഴഞ്ഞുകൊണ്ട് കെ.സി. വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു ഗ്രൂപ്പ് കേരളത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് KPCC പ്രസിദ്ധീകരിച്ച ജംബോ പട്ടികയിൽ കൂടുതലും ഉള്ളത് കെ.സി. വേണുഗോപാൽ പക്ഷക്കാരാണ്. അങ്ങനെ കെ.സി. വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ അതികായനായി മാറുകയാണ്. കെ.സി. വേണുഗോപാലിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാവുക. അതിനുവേണ്ടിയാണ് ശക്തമായ ഒരു പവർ ഗ്രൂപ്പിനെ കെ.സി. വേണുഗോപാൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിലിനെ കൂടെ കൂട്ടിക്കൊണ്ട് കെ.സി. വേണുഗോപാൽ മുന്നോട്ട് കുതിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിലെ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചിരുന്നത് B.D. സതീശനായിരുന്നു. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും B.D. സതീശൻ്റെ ചാവേറുകളായിരുന്നു. ആ ചാവേറുകൾ ഇപ്പോൾ കെ.സി. വേണുഗോപാലിനൊപ്പം നിന്ന് B.D. സതീശനെതിരെ വാളോങ്ങുന്നു. B.D. സതീശൻ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രിയാകേണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ടതാണ്. പക്ഷേ B.D. സതീശനെ വെട്ടിമാറ്റി കെ.സി. വേണുഗോപാൽ എത്തിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഗ്യാലറിയിലിരുന്ന് കളി കാണുകയാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രശ്നം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തൻ്റെ വിശ്വസ്തനായ അബിൻ വർക്കി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അബിൻ വർക്കിയെ വെട്ടിമാറ്റി ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കി മാറ്റി. ഹൈക്കമാൻഡ് ഇടപെട്ടാണ് ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കി മാറ്റിയത്. ഹൈക്കമാൻഡിൻ്റെ ആ ഇടപെടലിന് പിന്നിൽ കെ.സി. വേണുഗോപാലിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. എന്തായാലും മറ്റൊരു വ്യക്തി കൂടി ഇപ്പോൾ കോൺഗ്രസിൽ ശ്രദ്ധ ആകർഷിക്കുന്നു. അത് ചാണ്ടി ഉമ്മനാണ്. ഉമ്മൻചാണ്ടി സാറിനോട് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് കൊടുംപാതകമാണെന്ന് ചാണ്ടി ഉമ്മൻ മുമ്പ് പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി സാർ രോഗാതുരനായപ്പോൾ ദിവസവും വിളിച്ച് അസുഖവിവരം അന്വേഷിച്ചിരുന്നത് പിണറായി വിജയനായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനോട് കോൺഗ്രസ് കാണിച്ചത് അനീതിയാണെന്ന ആരോപണം ചാണ്ടി ഉമ്മനുണ്ട്. അതിനിടയിലാണ് ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മ ദിവസം ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് മാറ്റിയ കഥയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്സൈൽ വിഭാഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കി കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചാണ്ടി ഉമ്മൻ പൊതുവെ അങ്ങനെ പറയുന്ന വ്യക്തിയല്ല. പക്ഷേ ചാണ്ടി ഉമ്മന് ഇക്കാര്യം തുറന്നു പറയേണ്ടി വന്നു. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഗ്രൂപ്പുകളിയെക്കുറിച്ച് എ ഗ്രൂപ്പിനെ അവഗണിക്കുകയാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ ആഗ്രഹവും. പക്ഷേ അത് നടന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധേയമാകുന്നു. ചാണ്ടി ഉമ്മന് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകും. പക്ഷേ അത് പുതുപ്പള്ളി ആയിരിക്കില്ല. പുതുപ്പള്ളിയിൽ നിന്നാൽ ചാണ്ടി ഉമ്മൻ എങ്ങനെയായാലും വിജയിച്ചു കയറും. 1000 വോട്ടിനെങ്കിലും ചാണ്ടി ഉമ്മൻ വിജയിക്കും. ചാണ്ടി ഉമ്മനെ അട്ടിമറിക്കാൻ കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിന് കഴിയില്ല. അതുകൊണ്ട് പുതുപ്പള്ളിക്ക് പകരം മറ്റൊരു മണ്ഡലം ചാണ്ടി ഉമ്മന് വെച്ച് നീട്ടും കോൺഗ്രസ്. അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. മറ്റൊരു മണ്ഡലത്തിൽ നിർത്തി ചാണ്ടി ഉമ്മനെ ചാവേറാക്കുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ പവർ ഗ്രൂപ്പിൻ്റെ പ്ലാൻ. ഇത് ചാണ്ടി ഉമ്മൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുമായി അടുക്കുകയാണ് ചാണ്ടി ഉമ്മൻ.
രമേശ് ചെന്നിത്തല, ചാണ്ടി ഉമ്മൻ, അബീൻ വർക്കി ത്രയങ്ങൾ കോൺഗ്രസിൽ മറ്റൊരു ഗ്രൂപ്പായി മാറിയിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ ഇടതുപക്ഷത്തേക്ക് ചായുമോ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. ചാണ്ടി ഉമ്മൻ ഇടതുപക്ഷത്തേക്ക് ചായുന്ന കാര്യവും വിദൂരമല്ല. കാരണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് പോയപ്പോൾ ചാണ്ടി ഉമ്മൻ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രങ്ങൾ അവിടെ ഇടതു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ചിത്രങ്ങളാണ്. ഇതിലൂടെ തൻ്റെ ഇടതുപക്ഷ മനസ്സ് ചാണ്ടി ഉമ്മൻ തെളിയിച്ചു. ചാണ്ടി ഉമ്മൻ നല്ല പ്രവർത്തകനാണ്, പക്ഷേ പറഞ്ഞുകൊണ്ട് നടക്കില്ല. നിലമ്പൂരിൽ 3000-ലധികം വീടുകളാണ് ചാണ്ടി ഉമ്മൻ സന്ദർശിച്ചത്. മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് ഓടിയെത്താൻ പോലും പറ്റിയില്ല. അത്ര മിടുക്കനായ സംഘാടകനാണ് ചാണ്ടി ഉമ്മൻ. ആ ചാണ്ടി ഉമ്മനെയാണ് ഈ പവർ ഗ്രൂപ്പ് വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നത്. പുതുപ്പള്ളിയിൽ സീറ്റ് കൊടുക്കാതെ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് കൊടുത്താൽ ചാണ്ടി ഉമ്മനെ തോൽപ്പിക്കാം. ചാണ്ടി ഉമ്മനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ്റെ കഥ അതോടെ തീരും, രാഷ്ട്രീയ ഭാവി അതോടെ തീരും. ഇതിനാണ് ഇപ്പോൾ പവർ ഗ്രൂപ്പ് ശ്രമിക്കുന്നത്. ഈ നീക്കം ചാണ്ടി ഉമ്മനും തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പുതുപ്പള്ളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. തൻ്റെ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എതിരാളികളെ നിഷ്പ്രഭരാക്കാനാണ് ചാണ്ടി ഉമ്മൻ ശ്രമിക്കുന്നത്. പക്ഷേ എല്ലാം തീരുമാനിക്കുന്നത് ഈ പവർ ഗ്രൂപ്പ് ആയ സ്ഥിതിക്ക്, KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പവർ ഗ്രൂപ്പ് ആയ സ്ഥിതിക്ക് ചാണ്ടി ഉമ്മന് രക്ഷയില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ചാണ്ടി ഉമ്മന് പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ അവസരം നൽകിയില്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ തീർച്ചയായും ഇടതുപക്ഷത്തേക്ക് ചായും. അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഇടതുപക്ഷമാകട്ടെ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ ഒരു അഭിപ്രായവും പറയുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം. ചാണ്ടി ഉമ്മൻ പൊട്ടിത്തെറിച്ചത് അവഗണനയുടെ തിക്തഫലം അനുഭവിച്ചത് കൊണ്ടാണ്. തൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിനത്തിൽ തന്നെ ഔട്ട്സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ചാണ്ടി ഉമ്മനെ പ്രകോപിപ്പിച്ചു. മാത്രമല്ല, ആ പ്രകോപനം ചാണ്ടി ഉമ്മൻ പൊട്ടിത്തെറിയായി തുറന്ന വേദിയിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ പറയുകയും ചെയ്തു. തന്നെ ഒതുക്കാൻ പവർ ഗ്രൂപ്പ് ശ്രമിക്കുന്നുണ്ടെന്ന് ചാണ്ടി ഉമ്മന് അറിയാം. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായ കളിയാണ് ചാണ്ടി ഉമ്മൻ കളിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ കോൺഗ്രസിൽ മറ്റൊരു പവർ ഗ്രൂപ്പിന് നേതൃത്വം നൽകാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പവർ ഗ്രൂപ്പുകളുടെ ഒരു ആധിപത്യം കോൺഗ്രസിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പ്രശ്നമല്ലാതായി മാറുന്നു. 2026 കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും വിശ്വസിക്കുന്നു. തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവിയെ പോലെയുള്ള ചിലർക്ക് മാത്രമാണ് സത്യം അറിയാവുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് പാലോട് രവി പറഞ്ഞത് ശ്രദ്ധേയം. ഈ പറച്ചിലിനെ തുടർന്ന് അദ്ദേഹത്തിന് DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നതും ശ്രദ്ധേയം. എന്തായാലും ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറിയാണ് പാലോട് രവി. പാലോട് രവിയെ പോലെയുള്ള കുറച്ചു പേർക്ക് കാര്യമറിയാം ഇടതുപക്ഷത്തിൻ്റെ അപ്രമാദിത്വം ഇനിയും ഉണ്ടാകുമെന്ന്. അതിനിടയിലാണ് തമ്മിൽ തല്ലിക്കൊണ്ട് കോൺഗ്രസ് നിൽക്കുന്നത്. ചാണ്ടി ഉമ്മന് പുതുപ്പള്ളി കൊടുത്തില്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ പാർട്ടി വിടാനുള്ള സാധ്യത തെളിയുന്നു എന്നുള്ളതാണ് വാസ്തവം. പുതുപ്പള്ളി ചാണ്ടി ഉമ്മന് കൊടുക്കാതിരിക്കാൻ വേണ്ടി പവർ ഗ്രൂപ്പ് കളി തുടങ്ങിയിരിക്കുന്നു.